മോഹൻലാലിന്റെ പ്രഖ്യാപിക്കപ്പെട്ട സിനിമകളും ഇനി വരാൻ പോകുന്ന സിനിമകളുടെയും വിവരങ്ങളൊക്കെ പല പ്രമുഖ മൂവി ട്രാക്കർമാരും നമുക്ക് റിപ്പോർട്ടുകൾ നൽകുമ്പോഴും പറഞ്ഞു വെച്ച പല സിനിമകളും നടക്കാതെ പോകുന്നു എന്നതുകൂടി കാണേണ്ടതുണ്ട്. അതിൽ തന്നെ 2 സിനിമകൾ വലിയ പ്രതീക്ഷകൾ നൽകിയ സിനിമകളായിരുന്നു. ഒന്ന് മോഹൻലാൽ ജിത്തു ജോസഫ് കോമ്പിനേഷനിൽ എത്താനിരുന്ന റാം എന്ന ചിത്രവും അതുപോലെ തന്നെ മോഹൻലാലും ജോഷിയും ഒന്നിക്കാനിരുന്ന റംബാൻ എന്ന ചിത്രവും. ഈ 6-ൽ തുടങ്ങുന്ന 2 ചിത്രങ്ങളും ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. ഈ 2 ചിത്രങ്ങളും എന്താണ് വരാത്തതെന്ന് പല രീതിയിലുള്ള ചോദ്യവുമായി പല പ്രേക്ഷകരും എപ്പോഴും സോഷ്യൽ മീഡിയകളിൽ എത്താറുണ്ട്. റംബാൻ എന്ന ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിലാണ് പല റിപ്പോർട്ടുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രമുഖ മൂവി ട്രാക്കർമാരോ മൂവി അനലിസ്റ്റുകളോ ഈ ചിത്രത്തിന്റെ ഉപേക്ഷിക്കലിനെ കുറിച്ച് റിപ്പോർട്ടുകൾ നൽകിയിട്ടില്ല. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇത് ഉപേക്ഷിക്കാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ സ്ക്രിപ്റ്റുമായി ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിന് സാമ്യതയുണ്ട് എന്ന രീതി കൊണ്ട് ഇത് ഉപേക്ഷിച്ചു എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇത് ഉറപ്പിക്കാനായിട്ടില്ല. എന്നാലും സ്ക്രിപ്റ്റ് ഇഷ്യൂവിന്റെ കാര്യങ്ങളാണ് പലപ്പോഴായി പറഞ്ഞു കേൾക്കുന്നതും. പിന്നീട് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകളൊന്നും നടന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ ഇപ്പോൾ കാണുന്നതും. എന്നാൽ റാം എന്ന ചിത്രം അങ്ങനെയല്ല. എപ്പോൾ വേണമെങ്കിലും ഈ ചിത്രം സംഭവിക്കാം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ഒരു സ്ഥിരീകരണവുമില്ല. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് അതിനൊരു ഫൈനൽ വേർഡ് പറയേണ്ടത്. ജിത്തു ജോസഫ് ഇത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുമില്ല. എന്നാലും ഇനി ഇത് നടക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന രീതിയിലാണ് ഈ ചിത്രത്തിന്റെ പിന്നിലുള്ള അഭിനേതാക്കൾ പോലും പറഞ്ഞു വെക്കുന്നത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാളത്തിലെ ഹിറ്റ് കോംബോയായി മാറിയ കൂട്ടുകെട്ടാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട്. ദൃശ്യം 2, 12th മാൻ, നേര് തുടങ്ങി ഇരുവരും ഒന്നിച്ച പടങ്ങളെല്ലാം തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇരുവരും ഒന്നിച്ച മറ്റൊരു സിനിമയാണ് റാം. 2 ഭാഗങ്ങളായി ഈ സിനിമ തിയേറ്ററിൽ എത്തുമെന്നാണ് മുമ്പേ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. തൃഷ, ഇന്ദ്രജിത്ത് തുടങ്ങിയ കാസ്റ്റിംഗ് മുതൽ മേക്കിംഗ് വരെയുള്ള ഘടകങ്ങളിലൂടെ പ്രഖ്യാപനം മുതലേ വലിയ രീതിയിൽ ഹൈപ്പ് കയറിയ ചിത്രമാണെങ്കിലും റാം ഇതുവരെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുകയോ റിലീസിന് എത്തുകയോ ചെയ്തിട്ടില്ല. ഇത്രയും പൈസ മുടക്കിയ ചിത്രമായതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ സാധ്യത വളരെ കുറവുമാണ് എന്ന് വേണം കരുതാൻ. ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്തായാലും ഉണ്ടാവേണ്ടതുണ്ടല്ലോ. ഇത്രയും പൈസ വെറുതെ കളയില്ലല്ലോ. ആ പ്രോഡക്റ്റ് എന്തായാലും തിയേറ്ററിൽ കൂടി ഇറക്കേണ്ടതല്ലേ. ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും കോവിഡ് സമയത്ത് നിന്നു പോവുകയായിരുന്നു. പിന്നീട് പുനരാരംഭിച്ചെങ്കിലും പല പ്രശ്നങ്ങൾ കാരണം ചിത്രം മുടങ്ങിപ്പോവുകയായിരുന്നു. ഇപ്പോഴും സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെയാണ് റാമിനെ കാണുന്നത്. ഇതേ കൂട്ടുകെട്ടിൽ തന്നെ ശേഷം ഷൂട്ട് ചെയ്ത ചിത്രമായിരുന്നു ദൃശ്യം 2, 12th മാൻ, നേര് എന്നിവ. ഈ ചിത്രങ്ങളെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞ് ഹിറ്റാകുകയും ചെയ്തു. റാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ അത് തനിക്ക് ഗുണം ചെയ്യുമെന്നാണ് നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശോഭി തിലകൻ ഇപ്പോൾ പറയുന്നത്. മോഹൻലാലിനൊപ്പം ആദ്യമായി അഭിനയിക്കാനുള്ള ഭാഗ്യം റാമിലാണ് ലഭിച്ചതെന്നും പക്ഷേ ആ ചിത്രം ഇനി ഇറങ്ങുമോ എന്ന് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു. ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം നല്ല സീനുകളാണ് തനിക്കുള്ളതെന്നും ശോഭി തിലകൻ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. റാം എന്ന സിനിമ ലാലേട്ടനൊപ്പം ആദ്യമായി അഭിനയിച്ചു. പക്ഷേ ആ സിനിമ ഇനി വരുമോ എന്നറിയില്ല. ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഈയിടെയാണ് എനിക്ക് ലഭിച്ചത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത റാം എന്ന ചിത്രത്തിലാണ് ലാലേട്ടനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ കോവിഡ് സമയത്ത് ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ചിരുന്നു. അതുകൊണ്ട് ഇനി ആ ചിത്രം ഉണ്ടാകുമോ എന്നറിയില്ല. ആ സിനിമയിൽ 3 സീൻ മോഹൻലാൽ എന്ന നടനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു. നല്ല സീനുകളാണത്. പടം ഇറങ്ങിയാൽ ആ സീൻ തീർച്ചയായും എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശോഭി തിലകന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. സിനിമയിൽ അഭിനയിച്ചവർക്ക് പോലും വലിയ പ്രതീക്ഷയില്ല റാം എന്ന ചിത്രം പുറത്തിറങ്ങുമോ ഇല്ലയോ എന്നതിൽ. എന്തായാലും ജിത്തു ജോസഫ് അല്ല, നിർമ്മാതാവ് തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇത്രയും പൈസ മുടക്കി എടുത്ത സിനിമ വെറുതെ ഉപേക്ഷിക്കില്ലല്ലോ എന്നതാണ് ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. വെറുതെ കൊണ്ട് പൈസ കളയില്ലല്ലോ. ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഇറക്കാനുള്ള പദ്ധതികൾ അവർ രൂപീകരിക്കുന്നുണ്ടാകാം. ഫസ്റ്റ് പാർട്ടിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ റാം ഈ സമയം കൊണ്ട് റിലീസ് ചെയ്യാൻ കഴിയുമായിരുന്നുവെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. UK, മൊറോക്കോ, ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് റാം.